ഹലോ ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഈവനിങ്ങിലും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ബ്രെഡ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പി നോക്കാം. ഇത് കുട്ടികൾക്കെല്ലാം എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. സ്കൂളെല്ലാം വിട്ട് വരുന്ന കുട്ടികൾക്കെല്ലാം ഇത് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കെല്ലാം എന്തായാലും ഇഷ്ടപ്പെടും. ഈ ഒരു ബ്രെഡ് സ്നാക്കിന് ഒരു പ്രത്യേകത ഉണ്ട്. ഉള്ളിൽ നല്ല ക്രീമി ആയിട്ടും പുറം നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ഉള്ളത്. ഒരു ക്രീമി ബ്രെഡ് സ്നാക്കാണ്. ഈവനിങ്ങിലെല്ലാം കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. ഇത് ചൂടോടെ കഴിക്കാനാണ് ഏറ്റവും നല്ല രസം. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ പുതിയ വ്യൂവേഴ്സിലുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ഇനിയിപ്പം ഈ ഒരു സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഈ ഒരു ബ്രെഡിൻ്റെ ഉള്ളിൽ നിറക്കാനുള്ള ഒരു ക്രീം ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ 1 കപ്പ് പാലും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പാലും അങ്ങനെ 1 കപ്പ് 2 ടേബിൾ സ്പൂൺ പാല് നമ്മൾ ചായപാത്രമില്ലേ അതിലൊന്ന് തിളപ്പിച്ചിട്ടെടുക്കുന്നുണ്ട്. എന്നിട്ട് പാലൊന്ന് തിളച്ച് വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മൾ കസ്റ്റർഡ് പൗഡറില്ലേ അങ്ങനെ 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറാണ് ഇട്ടെടുത്തിട്ടുള്ളത്. അപ്പം ആദ്യം ഇട്ടത് വീഡിയോ ഓൺ ആവാത്തത് കൊണ്ട് ഞാൻ പിന്നെയും കുറച്ചിങ്ങനെ കലക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചെടുക്കലാണ് കേട്ടോ. എന്നിട്ട് കസ്റ്റർഡ് പൗഡറും കൂടി ഇട്ടെടുത്തിട്ട് ആ പാല് ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി വരുമല്ലേ, നമ്മൾ സാധാരണ കസ്റ്റർഡിനെല്ലാം ഉണ്ടാക്കുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് കുറുകി വരില്ലേ, അങ്ങനെ ഒന്ന് കുറുക്കിയിട്ടെടുക്കുക. ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇതിലേക്ക് ഇതാ 1 കപ്പ് പഞ്ചസാര അല്ല, 1 കപ്പിനെക്കാട്ടും കുറച്ച് കുറവാണ് പഞ്ചസാര. ആ പഞ്ചസാരയും കൂടി ഒന്ന് ഇട്ടെടുത്തിട്ട് പഞ്ചസാര മെൽറ്റാവുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് കുറുക്കിയിട്ടെടുക്കുക. പിന്നെ നന്നായിട്ട് കുറുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലെയിമെല്ലാം ഒന്ന് ഓഫാക്കി കൊടുക്കുക. കാരണം തണിക്കുണ്ടെങ്കിൽ ഇത് ഒന്നും കൂടി കുറുകുമല്ലോ. ഇനിയിപ്പം അത് തണിയാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാൻ ഈ ഒരു സ്നാക്ക് 4 എണ്ണമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം 4 എണ്ണത്തിന് ഞാൻ 8 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പം ഈ ബ്രെഡിൻ്റെ സൈഡെല്ലാം ഒന്നിങ്ങനെ കട്ടാക്കി എടുക്കുന്നുണ്ട്. ഈ സൈഡ് കളയണ്ട, നമുക്ക് ഈ ഒരു സ്നാക്കിലേക്ക് ആവശ്യമുണ്ട്. അപ്പം ഞാൻ ഈ ഒരു സൈഡെല്ലാം ഇങ്ങനെ എടുത്ത് വെക്കലാണ് കേട്ടോ. എന്നിട്ട് എല്ലാ ബ്രെഡിൻ്റെയും സൈഡെല്ലാം ഒന്നിങ്ങനെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ സൈഡിലും കളഞ്ഞ ഒരു ബ്രെഡിൻ്റെ 4 സൈഡില്ലേ 4 സൈഡും ഞാൻ നമ്മളിങ്ങനെ ചപ്പാത്തിക്കോലോ അങ്ങനെ ഇങ്ങനത്തെ എന്തെങ്കിലും പൈപ്പിൻ്റെ കഷ്ണം, ഞാനിവിടെ ചപ്പാത്തിയെല്ലാം പരത്താൻ ഇതാ ഇങ്ങനത്തെ ഒരു പൈപ്പിൻ്റെ കഷ്ണമാണ് എടുക്കുന്നത്. അപ്പം ആ ഒരു ബ്രെഡിൻ്റെ 4 സൈഡും ഈ ഒരു പൈപ്പിൻ്റെ കഷ്ണം കൊണ്ട് ഒന്നിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പരത്തിയെടുക്കുന്നുണ്ട്. സെൻറ്റർ ഭാഗം പരത്തണ്ട, 4 സൈഡ് മാത്രം ഇതേപോലെ ഒന്ന് പരത്തിയിട്ടെടുക്കുക. അങ്ങനെ ഞാനിതാ എല്ലാ ബ്രെഡിൻ്റെയും സൈഡ് ഇതേപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു കസ്റ്റർഡ് ക്രീമില്ലേ അത് ഒന്ന് നല്ല തണിഞ്ഞ് തിക്കായി വന്നിട്ടുണ്ടേനു കേട്ടോ. അപ്പം ഒരു ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഞാൻ ഈ ഒരു ക്രീം ഇങ്ങനെ ഇട്ടെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മൈദ കൊണ്ടുള്ള ഒരു ഗമ്മാണ്. മൈദ ഇങ്ങനെ കലക്കിയിട്ട് നമ്മളിങ്ങനെ ഒട്ടിക്കാനെല്ലാം ആക്കൂലേ, അങ്ങനെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ബ്രെഡിൻ്റെ 4 ഭാഗത്തും ഈ ഒരു മൈദേൻ്റെ മിക്സ് ഇങ്ങനെ ഇട്ടുകൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വേറൊരു ബ്രെഡും കൂടി വെച്ചെടുത്തിട്ട് സൈഡിലും ഒന്ന് നന്നായിട്ട് ഒട്ടിച്ചെടുക്കുക. ഈ 2 ബ്രെഡും കൂടിയിട്ട് നന്നായിട്ട് ഒട്ടിയിരിക്കണം. ആ ഒരു പാകത്തിന് ഒന്ന് നന്നായിട്ടൊന്ന് ഒട്ടിച്ചിട്ടെടുക്കുക. ഇതാ ഈ ഒരു വീഡിയോയിൽ കാണുന്നില്ലേ, അതേപോലെ നിങ്ങൾ ഒന്ന് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. അതേപോലെ ഒന്ന് നന്നായിട്ട് ഒന്ന് ഒട്ടിച്ചിട്ടെടുക്കുക. ഇത് നമ്മൾ എണ്ണയിലിടുന്ന സമയത്ത് ഇങ്ങനെ സെപ്പറേറ്റ് ആവാൻ പാടില്ല, അതിനെക്കൊണ്ടാണ് നന്നായിട്ടൊന്ന് ഒട്ടിക്കാൻ പറയുന്നത്. അങ്ങനെ ഇതാ ഞാൻ 4 ബ്രെഡും ഈ ഒരു രൂപത്തിലേക്ക് ഒന്നിങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ സൈഡെല്ലാം ബ്രെഡിൻ്റെ സൈഡെല്ലാം കട്ടാക്കി എടുത്തിട്ടില്ലേ, അത് ഞാനിതാ ബ്രെഡ് ക്രംസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ 2 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട ഇതാ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് നമ്മളിത് തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡില്ലേ അത് ഈ ഒരു മുട്ടയിൽ നന്നായിട്ടൊന്ന് മുക്കിയിട്ടെടുക്കുക. എല്ലാ ഭാഗത്തും ഇങ്ങനെ മുങ്ങണം കേട്ടോ. ആ ഒരു രീതിക്ക് ഒന്ന് നന്നായിട്ടൊന്ന് മുക്കിയെടുത്തിട്ട് പെട്ടെന്ന് തന്നെ മുക്കിയെടുക്കുകയും വേണം. കാരണം അതിൻ്റെ ഉള്ളും നല്ല ക്രീമി ആയിട്ടല്ലേ ഉള്ളത്. അതിനെക്കൊണ്ട് ചിലപ്പം ഇങ്ങനെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിനെക്കൊണ്ട് പെട്ടെന്ന് തന്നെ മുക്കിയെടുക്കണം. എന്നിട്ട് ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ടെടുക്കുക. ഈ ഒരു ബ്രെഡ് ക്രംസിന് പകരം നിങ്ങൾക്ക് ഓട്സ് അല്ലെങ്കിൽ അങ്ങനത്തെ എല്ലാം എടുക്കാം കേട്ടോ. അതാകുമ്പോൾ ഒന്നും കൂടി നല്ലൊരു ക്രിസ്പി ആയിരിക്കും. എന്നിട്ട് ഇതാ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ടെടുക്കുക. ബ്രെഡ് തന്നെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. അതിനെക്കൊണ്ട് നമ്മൾ ഫ്ലെയിമെല്ലാം ഒന്ന് കുറച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ. അപ്പോൾ ഞാനിതാ ഇതിൻ്റെ ഒരു സൈഡായപ്പം ഒന്ന് മറിച്ചിട്ടെടുക്കുന്നുണ്ട്.
ഇതേപോലെ ഞാനിതാ മറ്റേതും മറിച്ചെടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് സൈഡും ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കലാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ ബ്രെഡും ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള ബ്രെഡ് റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ.